I am feeling good. I am feeling better. മങ്കു ഇങ്ങനെ കുറച്ചു നേരം കൂടെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കത്ര ബെറ്ററായി തോന്നില്ല. മിക്കവാറും നമ്മളിവിടെ വീഴും. ഓ, അപ്പൊ ഇങ്ങനെ വീഴുന്നാണോ നീ ഉദ്ദേശിച്ചത്? കാലൊരിക്കലും ഞാൻ താഴെ കുത്തില്ല. ഞാൻ ഒരിക്കലും കരയിൽ കാല് കുത്തില്ല. ക്യാപ്റ്റൻ പറഞ്ഞത് ശരിയാ. ഇനിയിപ്പോ ഈ ഫിഷിംഗ് ട്രിപ്പ് ഇപ്പോ പാരയായെന്നാ തോന്നുന്നേ. ബണി, ഇത് എപ്പോ വേണമെങ്കിലും വെള്ളത്തിനകത്ത് മുങ്ങാവുന്നതേ ഉള്ളൂ. അതെ, നമ്മളെ രക്ഷിക്കാനായി ഇങ്ങോട്ടാരും വരികയില്ല. സംശയട്ടോ? ഇവിടെ ഇപ്പൊ അപകടത്തിലായിരിക്കുന്നത് ഞങ്ങളാ. നിനക്ക് വേണമെങ്കിൽ പറന്നായാലും പോവാലോ. എടാ, ഞാൻ പോപ്പട്ടാണ്, പുഷ്പക വിമാനം ഒന്നും അല്ല. ഈ കരകാണ കടലിലൂടെ പറന്നങ്ങ് അക്കരെ എത്താൻ. ഓ, ദേ നോക്കിയേ, അവിടെ ഒരു കപ്പൽ കാണുന്നുണ്ട്. മങ്കു, അവർ അപകടത്തിലാണ്. ആ അതെ ചങ്കു, അവര് അപകടത്തിലാണ്. എടാ ചങ്കു മങ്കു, വേഗം കയറെടുത്ത് എറിയേ. എടാ മരമണ്ടമാരെ, ഒരൊറ്റ കപ്പലിൽ കെട്ടിട്ടോണ്ട് ഇടാൻ. അടുത്ത കയറെടുത്തിട്ട് പോ. രക്ഷിക്കണേ. വലിക്ക് ചങ്കു മങ്കു, വേഗം പിടിച്ച് വലിക്കാൻ. അങ്ങനെ രക്ഷപ്പെട്ടു. ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. താങ്ക് യു സാർ, നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അയ്യോ, താങ്ക് യു പറയേണ്ട ഒരു കാര്യമില്ല. ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. ഞങ്ങൾക്കും ബെറ്റർ ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. താങ്കളുടെ ഈ ബോട്ടെ കരയിലേക്കൊന്ന് അടുപ്പിക്കോ? അയ്യോ ഇല്ല, കരയിലേക്ക് ഞാനില്ല, മണ്ണിലേക്ക് ഒട്ടുമില്ല. മങ്കു, ഇവർ ക്യാപ്റ്റനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തല്ലോ. അതെ ചങ്കു, ഇദ്ദേഹം എന്തിനാ ഡിസ്റ്റർബ് ആകുന്നേ? അത് കരയെ പറ്റി കേട്ടതുകൊണ്ടാണ്. കാരണം എനിക്ക് മണ്ണിൽ കാല് കുത്താൻ പറ്റില്ല. അതെന്താ, മണ്ണിൽ കൈ മാത്രമേ കുത്തോളന്ന് ആരുടെങ്കിലും ശബ്ദം ചെയ്തിട്ടുണ്ടോ? അല്ല, അത് വളരെ അപകടമാണ്. പമ്പരം ലക്കി റംജി എന്നോട് മണ്ണിൽ കാല് കുത്തരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ക്യാപ്റ്റൻ മണ്ണിൽ കാല് കുത്തുന്നുണ്ടെങ്കിൽ ആകാശം മുഴുവൻ ഇടിഞ്ഞ് തലയിൽ വീഴുമെന്ന്. ആ അതെ, ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ കുടുംബവും വലിയ അപകടത്തിലായിരിക്കും ചെന്ന് പെടുന്നത്. സത്യമാണ്. അതുകൊണ്ട് 5 വർഷമായി ഞാൻ ഈ ഷിപ്പിൽ തന്നെയാണ്. എന്റെ കുടുംബത്തെയും കാണാൻ പറ്റിയിട്ടില്ല. അവരെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് അവരെ പോയൊന്ന് കണ്ടുകൂടെ? സംശയമുണ്ടോ? അയ്യോ, അതിന് കാണാൻ പറ്റില്ലല്ലോ. പമ്പരം ലക്കി റംജി എന്നോട് മണ്ണിൽ കാല് കുത്തരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കൊടിമരം നിങ്ങളോട് എന്തിനാ അത് പറഞ്ഞത്? അയ്യോ, അത് കൊടിമരമല്ല, പമ്പരമാണ്. അത് തന്നെ, അദ്ദേഹം എന്തിനാ അങ്ങനെ പറഞ്ഞത്? എങ്കിലേ ഞാനും എന്റെ കുടുംബവും സുരക്ഷിതരായിട്ടിരിക്കൂ. ദക്ഷിണയായിട്ട് എന്റെ സ്ഥലം ഞാൻ അങ്ങർക്ക് കൊടുത്തു. എന്നിട്ട് ഷിപ്പിലേക്ക് വന്നു. പക്ഷെ എന്റെ കുടുംബത്തെ എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ 5 വർഷം കൂടെ ഷിപ്പിലാണോ? അതെ, ആൻഡ് ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. ക്യാപ്റ്റൻ, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. ആർക്കെങ്കിലും ജീവിതകാലം മുഴുവനും വെള്ളത്തിൽ കഴിയാൻ സാധിക്കും? അപ്പൊ ഞാൻ കഴിയുന്നതോ? നിങ്ങൾ ആ കൊടിമരത്തിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം ഉടനെ. ഓ, കൊടിമരം അല്ലടോ, പമ്പരം. ഇല്ലില്ല, ഞാൻ ഒരിക്കലും കരയിലേക്ക് പോവുകയില്ല. കൂട്ടുകാരെ, ക്യാപ്റ്റൻ നമ്മളെ സഹായിച്ചതാ. തീർച്ചയായും ഇദ്ദേഹത്തിന്റെ കുടുംബവുമായി ഒന്നിപ്പിക്കണം. തീർച്ചയായും. ക്യാപ്റ്റൻ, നിങ്ങൾ വേഗം ഞങ്ങളെ ആ പമ്പരം ലക്കിറാമിന്റെ അടുത്ത് എത്തിക്കൂ. അയ്യോ പമ്പരമല്ല. അതെ അതെ, പമ്പരമാണ്. പോയാലോ ക്യാപ്റ്റൻ? ഇല്ലില്ല, ഞാൻ കരയിൽ ഒരിക്കലും കാല് കുത്തില്ല. അഥവാ എന്റെ കുടുംബത്തിന് എന്തെങ്കിലും പറ്റിയാലോ? നോ 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 നോ. താങ്കൾ ഞങ്ങളുടെ കൂടെ വാ. ഒരിക്കലും താങ്കൾക്ക് കരയിൽ കാല് കുത്തേണ്ടി വരില്ല. അതെ, നിങ്ങൾ ഞങ്ങളുടെ പോപ്പട്ടെ ആകാശത്തൂടെ പൊക്കിയെടുത്തിട്ട് പോവും. ഞാൻ പറന്നു വരുന്നതിന് മുമ്പ് ക്രാഷ് ലാൻഡിംഗ് ആവും. അപ്പൊ പിന്നെ മണ്ണിൽ കാലുത്തത് ക്യാപ്റ്റൻ എങ്ങനെയാ കരയിലൂടെ നടന്ന ആ പമ്പരത്തിന്റെ അടുത്ത് എത്തുന്നേ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്.
ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. മങ്കു ഇങ്ങേരെ കുറച്ചു നേരം കൂടെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കത്ര ബെറ്ററായി തോന്നില്ല. മിക്കവാറും നമ്മളിവിടെ വീഴും. ഓ, അപ്പൊ ഇങ്ങനെ വീടുന്നാണോ നീ ഉദ്ദേശിച്ചത്? കാലൊരിക്കലും ഞാൻ താഴെ കുത്തില്ല. ഞാൻ ഒരിക്കലും കരയിൽ കാല് കുത്തില്ല. ക്യാപ്റ്റൻ പറഞ്ഞത് ശരിയാ. ഇനിയിപ്പോ കാലുകുത്തി നടന്നു വന്നാ മതിയല്ലോ. അതിന് ഞാനൊരു സർക്കസുകാരനല്ല. വീണു വീണു ദാ വീണു പോയി. താങ്ക് യു ചങ്കു മങ്കു. ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. അയ്യോ, എനിക്ക് തലകറങ്ങുന്നുണ്ട്. നിക്ക്, ഞാനൊരു വഴി കണ്ടുപിടിക്കട്ടെ. ചേട്ടാ, ഈ വെള്ളം കോരുന്ന ബക്കറ്റ് ഒന്ന് തരാമോ? എന്തിന്? താനെന്താ എന്റെ കൊച്ചനോ മറ്റോ ആണോ? ഞങ്ങൾക്ക് ഈ ബക്കറ്റ് കിട്ടിയാൽ ഒരു പ്രയോജനമുണ്ട്. പക്ഷെ ഇതിന് പകരം എനിക്കെന്താ കിട്ടാ? ചങ്കുപങ്കു, ഈ ബക്കറ്റ് രണ്ട് സൈഡിലായിട്ട് വെക്ക്. ഐ എം ഫീലിംഗ് ഗുഡ്. ഐ എം ഫീലിംഗ് ബെറ്റർ. വില കുറഞ്ഞ 2 ബക്കറ്റിനും ഇത്രയും വലിയ വില തന്നിട്ട് പോയത് കണ്ടില്ലേ? കഴുത തന്നെ. നിങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കാണ്. കഴുത അവനല്ല, കഴുത ഈ ഞാനാണ്. ഈ കൊടിമരം ലക്കിരാംജി എവിടെയാണ് താമസിക്കുന്നത്? അയ്യോ, കൊടിമരമല്ല, പമ്പരം. പമ്പരം ലക്കിറാം. അദ്ദേഹം ഭാവി പറയുന്നതിന് മുമ്പ് അത്ഭുത സ്ഥിതിയിൽ പമ്പരം പോലെ കിടന്ന് കറങ്ങും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പമ്പരം എന്ന് വിളിക്കുന്നത്. എനിക്കെന്തോ ഈ പമ്പരം ലക്കിറാം ഒരു ഫ്രോഡ് ആണെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അദ്ദേഹം വളരെ ശക്തിശാലിയാണ്. അതെ, ദേഷ്യം വന്നാലുണ്ടല്ലോ മനുഷ്യരെ അദ്ദേഹം കോഴിയാക്കി മാറ്റാറുണ്ട്. അത് ശരി, ഞങ്ങൾക്കിപ്പോ അയാളെ കാണാൻ അതിയായ ആഗ്രഹം വരികയാണ്. ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? ഇവിടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. ഓ ഓ ഓ. ഓ ലക്കിജി, താങ്കൾ പമ്പരം പോലെ കറങ്ങിയില്ലെങ്കിൽ എന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ആര് കണ്ടുപിടിക്കും? ഓ, 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 ഓ. ദാ നോക്കൂ, നിങ്ങൾക്ക് അറിയാവുന്നുള്ളല്ലേ, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയെക്കാൾ ഉപരി ഒരു ശിഷ്യയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇദ്ദേഹത്തിന്റെ നാമം 7 പ്രാവശ്യം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കൂ. എന്നാലേ ഇദ്ദേഹം കറങ്ങുള്ളൂ. ഇത് കണ്ടില്ലേ ക്യാപ്റ്റൻ? ഇത് അടികൊണ്ടുള്ള അത്ഭുതമാ. അതുകൊണ്ടാ പമ്പരം ലക്കീറാൻ കറങ്ങുന്നത്. കറങ്ങുന്നു, കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കറങ്ങുന്ന പന്മരം, ചുരട്ടുന്ന വൻമരം, വീശുന്ന ചാമരം, വഞ്ചിയുടെ പാമരം, തോട്ടത്തിലുണ്ട് പൂമരം, അലറുന്നു കോരകോരം, മുമ്പിലിതാ പരവതാനി. നീ ആ പരവതാനിയിലൂടെ നടക്കണം. 7 വർഷം അതേ നടപ്പ് തുടരണം. മനസ്സിലായോ നിനക്ക്? ഇത്രയും പരവതാനികൾ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും ലക്കിജി? മണ്ട, 2 എണ്ണം മതിയാകും. ഒരെണ്ണം ഇരിക്ക്, മറ്റേതെടുക്ക്, എന്നിട്ട് അതിൽ നിക്ക്. മറ്റേതെടുക്ക്, എന്നിട്ട് അതിൽ നിക്ക്. വീണ്ടും അതെടുക്ക്. എല്ലാം മംഗളമാകട്ടെ. നന്നായി വരൂ. എല്ലാവർക്കും എന്തിനാ നിങ്ങൾ ഇത്ര കഠിനമായിട്ടുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ ഭാര്യ, അവർക്ക് എത്ര കഠിനമായ പരീക്ഷണങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നുവോ അത്രത്തോളം വിശ്വാസം കൂടും. ഇനി 7 വർഷത്തേക്ക് അവൻ ഇതുപോലെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും. അതുവരെ ഇനി യാതൊന്നും തന്നെ ചോദിക്കില്ല. ഓർമ്മയുണ്ടോ ആ ക്യാപ്റ്റന്റെ സ്ഥലം നശിപ്പിച്ചിട്ട് നമ്മൾ കടലിലേക്ക് അയച്ചത്? നെട്ടൂലാനോട് ഞാൻ ഹിമാലയം മുഴുവൻ ചുറ്റിയിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ കാര്യങ്ങളൊന്നും നടത്തില്ലെങ്കിലും ഇവന്മാര് വർഷങ്ങളോളം സത്യങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. ഇതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. നിങ്ങൾ വെറുതെ ആത്മപ്രശംസ നടത്തി മറ്റുള്ളവരെ കൂടെ മടുപ്പിക്കാൻ നിൽക്കണ്ട. വേഗം അകത്ത് പോയിട്ടേ ചപ്പാത്തി പരത്താൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇതേതോ ഒരു ഫ്രോഡാണ്. നിങ്ങൾ ആ ബക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി, ഒന്നും സംഭവിക്കില്ല. ഇല്ല, എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ പുറത്തിറങ്ങൂല. ഇയാൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. പമ്പരഞ്ചി വിജയിക്കട്ടെ. എന്റെ പ്രശ്നം തീർത്തുക സ്വാമി. പമ്പരം പോലെ കറങ്ങും, വൻമരം പോലെ ഉലയും, പൂമരം പോലെ തിളങ്ങും, മനസ്സുവല്ലാതെ വിങ്ങും. പറയൂ, നിന്റെ പ്രശ്നം എന്താണ്? പേഴ്സണലാ, താങ്കൾക്ക് എന്റെ മനസ്സറിയാലോ, പിന്നെ എല്ലാം അറിയായിരിക്കുമല്ലോ. പറയുന്നതൊക്കെ സത്യമാണ്. കേട്ടിട്ടാകെ പ്രശ്നമാണ്. ഇതിപ്പോ വൈകുന്നേരമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണോ അത് നിനക്കൊരിക്കലും മനസ്സിലാകില്ല. അതുകൊണ്ട് നീ തന്നെ പറയൂ. വേണ്ട, അങ്ങ് സ്വയം മനസ്സിലാക്കണം. ഇവന് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. പമ്പരം പോലെ കറങ്ങും, വൻമരം പോലെ ഉലയും, പൂമരം പോലെ തിളങ്ങും, മനസ്സുവല്ലാതെ വിങ്ങും. പുറത്തു വരട്ടെ നിന്റെ പ്രശ്നം.
എന്റെ മുമ്പിൽ മോഷണം. ഏതാണ് ഈ പാഷാണം? ശിക്ഷ കിട്ടും തൽക്ഷണം. നീ ആരുടേതാണോ കൂട്ടാളി? ഇനിയാകും കോഴി. കോഴിയാക്കി മാറ്റി, ആ പയ്യനെ കോഴിയാക്കി മാറ്റി. ലക്കീജി ദേഷ്യത്തിലാണ്. നീ വേഗം പൊക്കോ, ഇവിടുന്ന് പൊക്കോ. ഇല്ല, എനിക്ക് പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റൂ. തൽക്കാലം ലക്കീജി ഇപ്പൊ കറങ്ങില്ല. നിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാനും കഴിയില്ല. അത്രയുള്ള കാര്യം. നിങ്ങൾ കറക്കാറില്ലേ, അതുപോലെ ഞാനും കറക്കാം. ഈ പയ്യൻ ഇയാളുടെ കൂട്ടാളിയാണ്. മരത്തിന്റെ പുറകെ നിന്ന് ഇയാളാണ് കോഴിയെ വിട്ടത്. അയ്യോ, ഞാൻ പമ്പരമാണ്. എന്നെ എന്തിനാണ് ഫുട്ബോൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നത്? സത്യം പറയടാ, ക്യാപ്റ്റൻ എന്തിനാ പറ്റിച്ചത്? എന്റെ ജോലി തന്നെ പറ്റിക്കലാണ്. ദക്ഷിണയായിട്ട് അദ്ദേഹത്തിന്റെ സ്ഥലം എനിക്ക് തന്നതാണ്. ഇവിടെ നിന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വന്ന് ചോദിക്കും. അതുകൊണ്ട് ഗ്രാമത്തിൽ നിന്ന് അകറ്റിയതാണ്. കേട്ടില്ലേ ക്യാപ്റ്റൻ? 5 വർഷമായി ഞാൻ എന്റെ കുടുംബത്തെ കണ്ടിട്ട്. ഇനിയുള്ള 5 വർഷം ഞാൻ നിന്നെ ഇടിച്ച് ഇഞ്ച പരിവാക്കും. ഐ ആം ഫീലിംഗ് ഗുഡ്, ഐ ആം ഫീലിംഗ് ബെറ്റർ. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും 5 വർഷത്തേക്ക് ഫാമിലിയെ കാണാതിരിക്കേണ്ടി വരില്ലേ? അവനെ വിട്ടേക്ക്. ഇവനെ നമുക്ക് പമ്പരം പോലെ കറക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. താങ്ക് യു. നിങ്ങൾ 4 പേരും കാരണം എനിക്ക് എന്റെ കുടുംബത്തെ ഇനി നേരിട്ട് പോയി കാണാൻ പറ്റും. ഞാൻ പോവുകയാണ്. വീണ്ടും കാണാം. ബൈ. ബൈ.